തൊട്ട് എന്നെ പ്രസംഗ മത്സരങ്ങൾക്ക് കൊണ്ടുപോകും പപ്പയും മമ്മി. ഇവളെയാണോ നീ? അതെ. എക്സാമിന്റെ തലേന്നായാലും എന്നെ പ്രസംഗ മത്സരത്തിന് കൊണ്ടുപോകും. അത് പപ്പയുടെ മമ്മിയുടെ വാശിയാണ്. അങ്ങനെ ശീലമായി പോയി. അങ്ങനെ രൂപപ്പെട്ടു വന്നൊരു ശൈലിയാണ് ഉറക്കെ പറയുക, പിന്നെ ഇത്തരം കടുകട്ടി വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളത്. ഭയങ്കരം തന്നെ. എന്റെ ലവ് ലാംഗ്വേജ് എന്തായിരിക്കും എല്ലാരും നമ്മൾ ആലോചിക്കുമല്ലോ. ഞാനെന്ത് വേണം? എനിക്കെതിരെ ഇങ്ങനെ വിമർശനം വന്നിട്ടുണ്ട്. ജിംകി കമൽ പ്രസംഗം തന്നെ കുറച്ചുകൂടി ചിരിച്ചോണ്ട് പറഞ്ഞിരുന്നെങ്കിൽ അത് ഇത്രയും ട്രോൾ ആവില്ലായിരുന്നു. തന്നെ ആരോ കാര്യമായി വട്ടളക്കിരിക്കുക. അതിനുശേഷം ഞാൻ വേണ്ടിടത്തും വേണ്ടാത്തടത്തൊക്കെ അങ്ങനെങ്കിലും ട്രോളാതിരിക്കും. എന്നിട്ട് ഞാൻ ഏത് ഗ്രൂപ്പിൽ പോയാലും ആ ഗ്രൂപ്പിനോടൊപ്പം ദിനേശ, അതിമോഹമാണ് അതിമോഹം. നമ്മളൊക്കെ ഒരേ പ്രായമല്ലേ. എത്ര കൊല്ലം മുമ്പ് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഫോട്ടോയിൽ ഗാന്ധിജിയോടെ ഇയാളെ കണ്ടല്ലോ. താനെ ന്യൂസ് അവർ ന്യൂസ് നൈറ്റും ഒക്കെ എടുത്ത് ഡിസ്കഷൻ വെക്കുമ്പോഴേ മമ്മി പറയും ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ നിനക്ക് ജോലിക്ക് പോകും. പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ഈ കുടലിലേക്ക് കെട്ടിയെടുത്തേ. ചെങ്കൊടിയുടെ തണലിൽ കിട്ടുന്ന സ്നേഹം മാത്രമാണ്. എന്റേതായ ഒരു കോൺട്രിബ്യൂഷനും ഇല്ല. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ?